നൗഫലെ, കുറ്റിപ്പുറത്ത് ടൗണിലാണെങ്കിൽ വൈനോട്ട് ബ്യൂട്ടിക്ക് ഉള്ളത് അല്ലേ? ഇത് തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും കുറ്റിപ്പുറം ഒരു ബിസിനസ്സിന് അത്ര സ്യൂട്ടല്ല എന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വീണ്ടും നിങ്ങൾ കുറ്റിപ്പുറം പോലെ ടൗൺ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അതിൽ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് അന്വേഷിച്ച സമയത്ത്, കുറ്റിപ്പുറത്ത് വന്ന് അന്വേഷിച്ച സമയത്ത് ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി ചെയ്ത സമയത്ത് നമുക്ക് അവർക്ക് പറ്റിയൊരു ഓപ്ഷൻ കിട്ടണില്ല എന്നുള്ളൊരു പോയിന്റ് കിട്ടി. അത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഷോപ്പില്ല, അവർക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ അവർ പുറത്താണ് പോകുന്നത്. കുറ്റിപ്പുറത്തുള്ള കസ്റ്റമറും പുറത്ത് പോയിട്ടാണ് പർച്ചേസ് ചെയ്തിരുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മളിവിടെ വൈനോട്ട് നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി. അതെ, ആ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് വൈനോട്ട് നമ്മളോട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ലൊക്കേഷൻ നോക്കി, ടൗണിൽ വേണം, കൂടുതലും ആക്സസ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ടൗണിൽ വേണം എന്നുള്ളതായിരുന്നു. ടൗണിൽ നല്ല ഷോപ്പ് കിട്ടി, ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഷോപ്പ് കിട്ടി. പിന്നെ പർച്ചേസാണ് കൂടുതൽ, നമ്മൾ യൂണീക്കായിട്ടുള്ള ഡിസൈൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡിസൈൻ കുറ്റിപ്പുറത്ത് അങ്ങനെ ഇപ്പം ഉണ്ടായിരിക്കാം. തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈൻ, അതെ അതെ, അതായിരുന്നു മെയിൻ. പർച്ചേസും മെയിനാണ്. നമ്മൾ ആഴ്ചയിൽ അപ്ഡേഷൻ വരുന്നുണ്ട്. അതെല്ലാം ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന കസ്റ്റമറെ ഫോളോ ചെയ്യിച്ചിട്ട് അത് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്.